ഇന്ന് നമുക്കൊരു മുളക് അച്ചാർ ഉണ്ടാക്കിയാലോ. നല്ല എരിവും പുളിയും മധുരവും ഒക്കെ ഉള്ളൊരു അച്ചാറാണിത്. നമുക്ക് ബിരിയാണിക്ക് ഇത് ബെസ്റ്റ് കോമ്പിനേഷനാണ്. നമ്മൾ ഈന്തപ്പഴ അച്ചാർ കൂട്ടുന്നതിന് പകരമായിട്ട് ഇതുണ്ടാക്കിയാൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് പാത്രം അടുപ്പത്തേക്ക് വെക്കാം. പാത്രം നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് മുളക് മാത്രമേ എടുക്കുന്നുള്ളൂ. ഒത്തിരി എരിവില്ലാത്ത വെള്ള മുളകാണ് എടുത്തിരിക്കുന്നത്. ഇത് എണ്ണയിലിട്ട് ഒന്ന് ചെറുതായി മൂപ്പിച്ചെടുക്കാം. എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചില്ലെങ്കിൽ ഇത് അച്ചാറിട്ട് കഴിഞ്ഞാൽ പച്ച പോലിരിക്കും, ഒട്ടും സോഫ്റ്റ് ആയിരിക്കില്ല. നമ്മൾ ചേർക്കുന്ന പൊടികളൊക്കെ ഇല്ലേ, അതൊന്നും ഉള്ളിലേക്ക് പിടിക്കത്തില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ അത് പറയാൻ വിട്ടുപോയി. നമ്മൾ എണ്ണയിലേക്ക് ഈ മുളക് ഇടുമ്പോഴത്തേനും മുളക് ഒന്ന് കീറിയതിന് ശേഷം, ഒന്ന് ചെറുതായിട്ടൊന്ന് കീറിയതിന് ശേഷം മാത്രമാണ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ടത്. മുളകെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ എണ്ണയിൽ വേണം ഇനി ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ. ഈ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇവയെല്ലാം ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയോ അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടിയോ ആയാലും മതി. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടിയുടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മുളക് കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എരിവും ഉപ്പും എല്ലാം ആയില്ലേ. ഇനി വേണ്ടിയത് പുളിയാണ്. പുളിക്കായിട്ട് നമ്മുടെ പിഴുപുളിയാണെങ്കിൽ നെല്ലിക്ക വലിപ്പത്തിലുള്ള പിഴുപുളി വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തതാണ്. അതുകൂടി ഇതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുളിയുമായി എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്കിനി മധുരത്തിനായിട്ട് വേണ്ടിയത് ശർക്കരയാണ്. ശർക്കര ഉരുക്കി ഒഴിച്ചാലും മതി, അതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിപ്പം ശർക്കര ഉരുക്കാതെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല ശർക്കര ആയതുകൊണ്ട് ഉരുക്കാതെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യണം. എന്നിട്ട് ചെറുതീയിലിട്ട് നല്ലതുപോലെ തിളയ്ക്കാൻ അനുവദിക്കണം. എങ്കിൽ മാത്രമേ ഈ മുളകിനകത്തിലോട്ട് എരിവും പുളിയും മധുരവും എല്ലാം പിടിക്കത്തുള്ളൂ. ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമുക്ക് മധുരം കുറവുണ്ടോ, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കണം. ഇതിനെ നല്ലതുപോലെ തിളച്ചൊന്ന് വറ്റി വരണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ അച്ചാറിൻ്റെ പരിപാടി. ബിരിയാണിക്കൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. നമ്മുടെ മലപ്പുറം കല്യാണ വീടുകളിലൊക്കെ ഇത് സ്ഥിരമായിട്ട് ചെയ്തു വരുന്ന റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അടുത്ത നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്